ചേച്ചി അകാരണമായി മോശക്കാരിയാക്കിയാൽ ഞാൻ പ്രതികരിക്കും. അത് ഇന്ന് മാത്രമല്ല, എപ്പോഴും. അച്ഛൻ എന്ത് വെട്ടിത്തോയി കാണിച്ചത്? ഗോപികയോ ദേവികേച്ചയോ അച്ഛന്റെ ഫോൺ എടുത്ത് നോക്കിയിരുന്നെങ്കിൽ ആ ഫോട്ടോസ് അയച്ചത് ഞാനാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. അതോടെ നമ്മളാണ് ഈ ചതിക്ക് പുറകിലെന്ന് എല്ലാവർക്കും വ്യക്തമാവുമായിരുന്നു. അത് പിന്നെ ഞാൻ വരുന്നതിന് മുൻപ് ഈ നാടകം ആരംഭിക്കാൻ അച്ഛനോട് ആരാ പറഞ്ഞത്? ഞാൻ അയച്ചിരുന്ന ഫോട്ടോകളെല്ലാം പ്രിന്റ് എടുത്തതിന് ശേഷം അത് കൊണ്ടുവന്ന് കാണിച്ച് ആരോ അയച്ചതാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെയാവുമ്പോ നമ്മുടെ പേരില് കുറ്റം ആരോപിക്കാൻ ആർക്കും സാധിക്കില്ല. ഇതിപ്പോ നമ്മുടെ പദ്ധതികളെല്ലാം തവിട് പൊടിയായി കഴിഞ്ഞു. ഇനി ഈ പ്ലാൻ വർക്കൗട്ട് ആക്കാൻ പറ്റില്ല. വളരെ ബുദ്ധിപൂർവ്വം ഒരിക്കലൊരു പദ്ധതിയായിരുന്നു ഇത്. എന്നാ അച്ഛന്റെ മണ്ടത്തരം കാരണം അതെല്ലാം നശിച്ചുപോയി. കൃത്യസമയത്ത് ഞാൻ അവിടെ വന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്തതുകൊണ്ട് നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിയനെ. വെറുതെ അല്ല ഇത്ര നാളും അച്ഛന്റെ എല്ലാ പദ്ധതികളും പരാജയപ്പെട്ടത്. ഇനി മുതൽ എല്ലാ ചുവടുകളും എന്നോട് ചോദിച്ചതിന് ശേഷം മാത്രം അച്ഛൻ മുന്നോട്ട് വെച്ചാ മതി. കേട്ടല്ലോ? എന്തായാലും ദേവികയ്ക്കും ഗോപികയ്ക്കും മറ്റാർക്കും സംശയം തോന്നാത്ത വിധത്തിൽ അഭി കാണിച്ച പെർഫോമൻസ് ഉണ്ടല്ലോ, നിന്റെ ബുദ്ധിയുണ്ടല്ലോ, ആഭാരം തന്നെ. ഞാൻ അത് കണ്ട് ശരിക്കും അന്തം വിട്ട് നിൽക്കുമായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഡാ. നോക്ക്, നിന്റെ പ്രിയപ്പെട്ട മരുമകള് കാട്ടിക്കൂട്ടിയിരിക്കുന്ന ചെയ്തികൾ. നിങ്ങളുടെ ലീലാവിലാസങ്ങൾ കണ്ട ഒരാൾ എനിക്ക് അയച്ചെന്ന ഫോട്ടോസാണ് ഇതെല്ലാം. ഫോട്ടോസ് എന്തായാലും കള്ളം പറയില്ലല്ലോ. ഈ ഫോട്ടോയിൽ കാണുന്നത് ദേവികയാണെന്നും വ്യക്തമാണ്. കയ്യിലുള്ള തെളിവുകൾ കൊണ്ട് അങ്കിളിന് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുമോ? ആരാ അങ്കിൾ നീ ഫോട്ടോ അയച്ചു തന്നെന്ന്? ഈ ഫോണിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ഏതൊരു അൺനോൺ നമ്പറിൽ നിന്നാണ് ഫോട്ടോ അയച്ചിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യാത്തത് കൊണ്ട് ഫോട്ടോസ് എല്ലാം മാഞ്ഞു പോയിരിക്കാം. ചേച്ചി ഇതുവരെ ഉറങ്ങിയില്ലേ? ചേച്ചി ചേച്ചി എന്താ ഉറങ്ങാത്തെ? അല്ല, എന്താ ഇവിടെ നിന്ന് ചിന്തിക്കുന്നത്? രാവിലെ ഇവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കായിരുന്നു. അത് ഇതുവരെ ചേച്ചി മറന്നില്ലേ?
ശരിയായ പ്രവൃത്തിയാണോ ഇവിടെ നടന്നത്? ഒട്ടും ശരിയായ പ്രവൃത്തി ആയിരുന്നില്ല. മുത്തശ്ശി അച്ഛനും ഒക്കെ കൂടി കാണിച്ചത് നീതി ന്യായം ഇല്ലാത്ത പെരുമാറ്റമായിരുന്നു. അതുകൊണ്ടാണല്ലോ ചേച്ചിക്ക് വേണ്ടി ഞാൻ അവരെ ചോദ്യം ചെയ്തത്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ചേച്ചി അതൊക്കെ മറന്നു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇതങ്ങനെ അവഗണിക്കാനാവില്ല ഗോപു. നീ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? ഹരിയങ്ങൾ നേരിട്ട് ആ ഫോട്ടോകൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാ നീ അങ്കിളിനോട് ഫോൺ ആവശ്യപ്പെട്ടത്. അപ്പോഴാ പെട്ടെന്ന് അഭിഷേക് അവിടേക്ക് കയറി വന്നതും ഹരിയങ്കളുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് അതിലെ ഫോട്ടോകളെല്ലാം ഡിലീറ്റ് ആയി പോയി എന്ന് പറഞ്ഞതും. ഇത് വളരെ കൃത്യമായി ഇന്റൻഷനോടെ ചെയ്തതായിട്ടാ എനിക്ക് തോന്നുന്നത്. രാവിലെ ടൂറിന്റെ കാര്യം പറഞ്ഞപ്പോഴും അഭിഷേക് അഞ്ജിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഇതൊക്കെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന രഹസ്യമായ നീക്കങ്ങളിൽ അഭിഷേകിനും പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആദ്യം ഹരിയങ്കളിനെയും മായേന്റെ ആയിരുന്നു സംശയം. ഇപ്പൊ ഈ ഗൂഢാലോചനയിൽ അഭിഷേകം പങ്കാളിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി കരുതലോടെ വേണം ഇനി മുന്നോട്ടുള്ള അന്വേഷണം നടത്തേണ്ടത്. ചേച്ചിയുടെ ഒബ്സർവേഷൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ചേച്ചി പറഞ്ഞതിനനുസരിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കും അഭിഷേകിന് സംശയം തോന്നുന്നുണ്ട്. ചേച്ചിയുടെ ഈ തോന്നലുകൾ വെറുതെ ആവില്ലെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. ഞാൻ ഒരിക്കലും അഭിഷേകിനെ കുറിച്ച് ഇങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല. അവൻ നമ്മുടെ ശത്രുവാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ചേച്ചി. ശത്രുക്കളുടെ എണ്ണം കൂടുകയാണല്ലോ ഗോപിക. ശത്രുക്കളുടെ എണ്ണം എത്രയായാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എന്നും എന്റെ ചേച്ചിയോടൊപ്പം ഉണ്ടാവും. ഇരിക്കെ. ജേക്കബേ, അനീഷേട്ടൻ ആവശ്യപ്പെട്ട ആ അഡ്വാൻസ് ഇങ്ങടുത്തെ. സാർ അത് ആ എന്താടോ, എന്തു പറ്റി? സാർ, ഈ കമ്പനിയിലെ സാമ്പത്തികമായ എന്ത് ഇടപാടുകളും ദേവിക മേഡം അറിയാതെ, മാഡത്തിൻ്റെ അനുമതിയില്ലാതെ ഞങ്ങൾക്കാർക്കും ചെയ്യാൻ പറ്റില്ല സാർ. അതാണ് ഇപ്പോഴത്തെ ഉത്തരവ്. സാർ എന്നോട് ക്ഷമിക്കണം. എന്താടോ താനീ പറയുന്നത്? ഇന്നലെ വരെ നിയമം എങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇന്ന് ഈ പുതിയ നിയമം ആരാ കൊണ്ടുവന്നത്? ഇന്നലെ വരെ പണം സാങ്ഷനാക്കാനുള്ള അധികാരം എനിക്കായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാ എന്നോട് പോലും ചോദിക്കാതെ ഈ അധികാരം ദേവികേച്ചിയുടെ കയ്യിലേക്ക് എത്തിയത്? എന്നെ അറിയിക്കാതെ ഈ പുതിയ നിയമം എങ്ങനെയാ വന്നത്? എനിക്കത് അറിയണം. അറിഞ്ഞേ തീരൂ. ഈ നിയമം കൊണ്ടുവന്നത് മഹാദേവൻ സാറാണ്. ഈ നിയമം കർശനമായി എല്ലാവരും പാലിക്കണമെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ മഹാദേവൻ സാർ ഈ ഓഫീസിലേക്ക് വരികയും ഈ നിയമം നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ശമ്പളത്തിൽ നിന്ന് അഡ്വാൻസ് കിട്ടില്ലെന്നാണോ പറയുന്നത്? നിങ്ങൾ ഈ ഫോം പൂരിപ്പിച്ച് എൻ്റെ കയ്യിൽ താ. ഞാനിത് ദേവിക മാഡം വരുമ്പോൾ കാണിക്കാം. എന്നിട്ട് പ്രത്യേകം പറഞ്ഞ് മാഡത്തിൻ്റെ പെർമിഷനും ഒപ്പും വാങ്ങി നിങ്ങൾക്ക് പണം തരാം. അനീഷേട്ടാ, അനീഷേട്ടനെ സഹായിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. മാനേജർ പറഞ്ഞു കേട്ടില്ലേ, എന്റെ കൈകളിലുണ്ടായിരുന്ന അധികാരം ഞാൻ പോലും അറിയാതെ നഷ്ടപ്പെട്ടത്. ഇപ്പോ ഇവിടെ എല്ലാം ദേവികേച്ചിയാ. എല്ലാ അധികാരവും ദേവികേച്ചിക്കാം. സഹോദരനായ അനീഷേട്ടനോട് പോലും ദേവികേച്ചി മനസ്സലിവോ വിട്ടുവീഴ്ചയോ കാണിക്കുന്നില്ല.
ആ സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യാനാവും അനീഷേട്ടാ? സോറി, അനീഷേട്ടൻ ചോദിച്ച് പണം തരാൻ സാധിക്കാത്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. മനസാക്ഷിയില്ലാത്ത ദേവികയ്ക്ക് മുന്നിൽ ഈ ഫോം പൂരിപ്പിച്ച് നൽകി ദേവികയുടെ ദയയ്ക്ക് കാത്തു നിന്നിട്ട് എന്ത് കാര്യം? ഇനിയും അപമാനം താങ്ങാൻ എനിക്ക് വയ്യവേ. ഞാനില്ല ഒന്നിനും. അവ തന്നെ ഇത് വെച്ചു. അങ്കിളെ, ഈ ചെക്കുകളെല്ലാം ഞാൻ ഒപ്പിടണമെന്ന് പറഞ്ഞ് എൻ്റെ ഓഫീസിലേക്ക് വന്നത്. ഇതെല്ലാം എന്താ? എനിക്ക് മനസ്സിലായില്ല. ഈ ചെക്കുകളെല്ലാം ഇനി മോൾ സൈൻ ചെയ്താൽ മാത്രമേ പാസ്സാവുകയുള്ളൂ. ഇതിന്റെ എല്ലാം സൈനിങ് അതോറിറ്റി ഇനി മോളാണ്. എത്രയും പെട്ടെന്ന് അങ്കിൾ എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് അങ്കിള് കാണുന്നില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പ്രധാനപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ ഒരു പെൻഡ്രൈവ് എന്റെ ക്യാബിനിൽ നിന്നും കാണാതെ പോയിട്ടുണ്ട്. അതെങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അന്വേഷിക്കാനായി CCTV ഫുട്ടേജ് പരിശോധിക്കാൻ തുടങ്ങിയപ്പോ ആ പെർട്ടിക്കുലർ ഫുട്ടേജ് അപ്രത്യക്ഷമായി. അതുപോലെ തന്നെ ജയിലിൽ കഴിഞ്ഞിരുന്ന ഭദ്രൻ എങ്ങനെ ഞാനും കുട്ടനും പാർക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് കൃത്യമായി അവിടെ എത്തി? ഞാനും കുട്ടനും പാർക്കിൽ പോകുന്ന വിവരം നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയൂ. അപ്പൊ ഭദ്രനെ ആ വിവരം അറിയിക്കണമെങ്കിൽ അത് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കണം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആപത്ത് പുറത്തു നിന്നല്ല, വീട്ടിൽ നിന്ന് തന്നെയാന്ന് കൃത്യമായി മനസ്സിലാവും. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അങ്കിൾ ഈ ചുമതലയോടെ എന്നെ ഏൽപ്പിക്കുന്നത്. ഇനി ഈ നടപടിയും കൂടി ആയിക്കഴിഞ്ഞാൽ നിരന്തരം ഞങ്ങളെ പിന്തുടരുന്ന ശത്രുക്കളുടെ ശത്രുത കൂടും. കുട്ടന്റെ ജീവന് നേരെയുള്ള അപകട ഭീഷണിയും വർദ്ധിക്കും. സ്വത്തിന്റെ കാര്യത്തിലല്ല ഞാൻ മുൻഗണന കൊടുക്കുന്നത്. കുട്ടന്റെ ജീവനാ എനിക്ക് പ്രധാനം. ഇപ്പൊ തന്നെ ശത്രു ഞങ്ങളുടെ വളരെ അടുത്തെത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു ചുമതല അങ്കിൾ എന്നെ ഏൽപ്പിച്ചത്? ദേവികയുടെ ഈ മറുപടിയിൽ തന്നെ ചോദ്യത്തിനുള്ള ഉത്തരവുണ്ട്. സിദ്ധുവിന്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ദേവിക ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനുവേണ്ടി ദേവികയുടെ ജീവൻ തന്നെ വേണ്ടി വന്നാൽ ത്യജിക്കും എന്നും എനിക്ക് ഉറപ്പുണ്ട്. സിദ്ധുവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദേവികയുടെ ഈ മനസ്സുണ്ട്. ആ മനസ്സാണ് നമ്മുടെ ഈ ബിസിനസ് സാമ്രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചുമതലകളെല്ലാം ദേവികയെ ഏൽപ്പിക്കുന്നത്. അങ്കിളെ, ഒന്നുകൂടി ഒന്ന് ശരിക്കും ചിന്തിച്ചിട്ട് പോരെ ഈ തീരുമാനം? എനിക്കിനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഇത് എന്റെ ഫൈനൽ ഡിസിഷനാണ്. അങ്കിളെ, ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇതോടെ എന്റെ എല്ലാ ചുമതലകളും ഞാൻ ദേവികയെ ഏൽപ്പിച്ചിരിക്കുക. ഇനി എന്റെ സ്ഥാനത്ത് നിന്ന് ദേവിക ഈ ബിസിനസ് എല്ലാം നോക്കി നടത്തണം. ഞാൻ ഇനി ഈ ഭാഗത്തേക്കേ വരില്ല. ഇത്ര കാലവും നമ്മുടെ കമ്പനിക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ ഞാൻ പ്രവർത്തിച്ചു. ഇനി എനിക്ക് എന്റെ കുടുംബത്തോടൊപ്പം സ്വസ്ഥമായും സമാധാനമായും സമയം ചെലവഴിക്കണം. അതാണ് എന്റെ ഉദ്ദേശം. ദേവികയെ ഈ ചുമതലകൾ ഏൽപ്പിച്ചതിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ദേവികയെ എനിക്ക് നല്ല വിശ്വാസമാണ്. ദേവികയ്ക്ക് ഭംഗിയായി ഈ ബിസിനസ് നോക്കിയെടുത്താൻ സാധിക്കും. വിഷ് യു ഓൾ ദി സക്സസ് മോളെ. എന്റെ വാക്കിന് എത്ര പെട്ടെന്ന് ഈ കമ്പനിയിൽ വിലയില്ലാതായി പോയല്ലോ. അനീഷേട്ടാ, എന്തായി? ദേവികേശി കണ്ടോ? അഡ്വാൻസ് ചോദിച്ചോ? അല്ല, ഇനി പണം തരാനുള്ള അവകാശമെല്ലാം ദേവിക ചേച്ചിക്കാണല്ലോ. ആവശ്യം നടക്കണമെങ്കിൽ അവിടെ പോയി കാല് പിടിച്ചോ.
പോയി കാല് പിടിക്കാൻ. എന്താ വി, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്? ഞാനെന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? ഇപ്പൊ ഇവിടുത്തെ സൈനിങ് അതോറിറ്റി ദേവിക ചേച്ചിയാ. പണം വേണമെങ്കിൽ ചെന്ന് ചോദിക്കേ. ദേവിക ചേച്ചി സൈൻ ചെയ്തങ്ങ് തരും. ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയതും ഞങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കിയതുമായ ഈ കണ്ട സ്വത്തുക്കൾ മുഴുവൻ ഇപ്പൊ ദേവിക ചേച്ചിയുടെ നിയന്ത്രണത്തിലാ. അതായത് നിങ്ങളുടെയൊക്കെ കൈകളിൽ. നിങ്ങളുടെ അനിയത്തിയല്ലേ ദേവിക? പോയി ചോദിക്ക്. എന്നിട്ട് ആവശ്യമുള്ള പണം അനിയത്തിയുടെ ഒത്താശയോടുകൂടി വാരിയെടുത്തുണ്ടങ്ങ് പൊയ്ക്കോ. അഭി, ഈ പൊന്നാരൻ തോട്ടത്തെ എല്ലാം സകല മനസ്വത്തുക്കളും അനിയത്തിയുടെ കാൽച്ചുവട്ടിലാക്കാൻ പറഞ്ഞേക്ക്. അനുഭവിക്ക്. എല്ലാം നിങ്ങളൊക്കെ കൂടിയങ്ങ് അനുഭവിക്ക്. ദേവു. അനീഷേട്ടാ, പറയ അനീഷേട്ടാ. അല്ല, അത് പിന്നെ അനീഷേട്ടൻ ഇരിക്കേ. ആ. എന്താ അനീഷേട്ടാ കാര്യം? മോളെ, ചോദിക്കുന്നതിൽ നാണക്കേടുണ്ട്. പക്ഷേ അത് ചോദിക്കാതിരിക്കാനും പറ്റില്ല. അനീഷേട്ടൻ എന്തെങ്കിലും വളഞ്ഞു ചുറ്റി സംസാരിക്കുന്നേ? എന്നോടല്ലേ? എന്നോട് എന്ത് വേണമെങ്കിലും അനീഷേട്ടന് ചോദിക്കാമല്ലോ. അനീഷേട്ടൻ ചോദിച്ചോളൂ, എന്താ വേണ്ടത്? മോളെ, എൻ്റെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പണം അഡ്വാൻസ് ആയിട്ട് വേണമായിരുന്നു. ബുദ്ധിമുട്ടാവോ? എന്താ അനീഷേട്ടൻ്റെ അത്യാവശ്യം? മോളെ, മഞ്ജുവിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കല്യാണമാണ്. വെറുതെ കൈമീശി അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അവിടെ എന്തെങ്കിലും പണമായിട്ട് കൊടുക്കണം. ഡ്രസ്സ് എടുക്കണം. മഞ്ജുവിന് ബ്യൂട്ടി പാർലറിൽ പോയി മുഖം മിനിക്കണം. എല്ലാം കൂടി ഒരു 10-15,000 രൂപയുടെ ചിലവ് വരും. മോളെ, എൻ്റെ ശമ്പളം മുഴുവനും വേണമെന്നില്ല. ഒരു 15 രൂപ കിട്ടിയാലും മതി. അനീഷേട്ടാ, പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. എൻ്റെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. പണം അനുവദിക്കാനുള്ള അധികാരം എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. തോന്നിയതുപോലെ എനിക്ക് പണം ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. മോളെ, ഇപ്പൊ തന്നെ നമ്മുടെ കുടുംബം ഇവിടുത്തെ അധികാരവും സ്വത്തും കൈയാളുകയാണെന്ന ഒരു ആക്ഷേപം ആളുകൾ അടക്കം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കാര്യങ്ങൾ എന്തിനാ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത്? മോളെ, വളരെ ചെറിയൊരു തുകയിൽ ഞാൻ ചോദിച്ചോളൂ. ചെറുതായാലും വലുതായാലും ഇപ്പൊ ഇത് അനുവദിച്ചെന്നാ അത് തെറ്റാ. അനീഷേട്ടന് എന്റെ അവസ്ഥ മനസ്സിലാകും എന്നാ എന്റെ വിശ്വാസം. എന്താ ദേവേച്ചി? എന്താ അനീഷേട്ടാ? എന്താ വിഷയം? അല്ല, ഞങ്ങൾക്കൂടെ കേൾക്കാൻ പറ്റുന്നതാണോ? അനീഷേട്ടന് കുറച്ച് രൂപ ശമ്പളത്തിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. എനിക്ക് മാത്രമായിട്ടത് അനുവദിക്കാൻ പറ്റില്ലല്ലോ. ഞാനത് അനീഷേട്ടനോട് പറയുമായിരുന്നു. അനീഷേട്ടന് എത്ര രൂപയാ വേണ്ടത്? ഒരു 15,000 രൂപ. അത് അനുവദിച്ചൂടെ? പറ്റില്ല ഋഷി, അറിയാലോ. എനിക്ക് മാത്രമായിട്ട് ഇതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അച്ഛനെ അറിയിക്കണം. ചേച്ചി ഇപ്പൊ പണം അനീഷേട്ടന് കൊടുത്തിട്ട് പിന്നെ അത് അച്ഛനോട് പറഞ്ഞാ പോരെ? ഏയ്, അത് ശരിയാവില്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യില്ല. എങ്കിലും ഞാൻ അച്ഛനോട് സംസാരിക്കാം. എന്നിട്ട് അനീഷേട്ടനെ അറിയിക്കാം. ശരി.
നിങ്ങൾ എത്തിയോ? ഋഷി ഫ്രഷ് ആയിട്ടോ? ഞാൻ കോഫി എടുക്കാം. വല്യമ്മേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ മോനെ? ചോദിച്ചോ. അല്ല, വല്യച്ഛനും വല്യമ്മയ്ക്കും ദേവികേച്ചിയോട് എന്താ ഇത്ര ഇഷ്ടവും വിശ്വാസമൊക്കെ? ദേവികേച്ചി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിങ്ങൾ എന്തിനാ കണ്ണടച്ച് അംഗീകരിക്കുന്നത്? അഭി, നീ എന്താ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, സിദ്ധുവേട്ടനെ കല്യാണം കഴിക്കാൻ ദേവികേച്ചി തയ്യാറായതുകൊണ്ടാണോ നിങ്ങൾക്കെല്ലാം ചേച്ചിയോട് ഇത്രയ്ക്ക് സോഫ്റ്റ് കോർണർ? ഒരു പ്രത്യേക പരിഗണന ചേച്ചി ചെയ്തത് വലിയ ത്യാഗമാണെന്നാണോ വല്യമ്മ വലിച്ചനും കരുതുന്നത്? അബി, നീ എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അമ്മയോട് ചോദിക്കുന്നത്? ദേവികേച്ചി നിനക്കെതിരെ ഇപ്പം എന്ത് ചെയ്തു? ഓഫീസിൽ നടക്കുന്നതെല്ലാം ഋഷിയേട്ടനും അറിയുന്നില്ലേ? എടാ, അവിടെ എന്ത് സംഭവിച്ചെന്ന് നീ പറയുന്നേ? ഓഫീസിൽ എന്താ പ്രശ്നം? പറയാ, എന്താ അവിടെ കുഴപ്പം? നമ്മുടെ കമ്പനിയുടെ ഫിനാൻസ് മുഴുവനും ഇപ്പൊ ദേവികേച്ചിയുടെ നിയന്ത്രണത്തിലാണ്. ചേച്ചിയാണ് ഇപ്പൊ സാമ്പത്തിക കാര്യങ്ങളുടെ എല്ലാം സൈനിങ് അതോറിറ്റി. 1 രൂപ വാങ്ങണമെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ ചേച്ചിയുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അല്ല, അതിന്റെ ജാട ഇപ്പൊ ചേച്ചി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്.